അടുത്ത ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണമെന്നൊരാവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം നമുക്കറിയാം, ശനിയാഴ്ച ദിവസം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ അവർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനുള്ള ദിവസമാണ്. അപ്പോൾ അമിതമായിട്ടുള്ള പഠനഭാരം വിദ്യാർത്ഥികളുടെ തലയിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു സമീപനത്തോട് നമുക്ക് യാതൊരു വിധേനയും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പ്രസ്തുത നിലപാടിൽ നിന്നും ഈ സർക്കാർ പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. മാർച്ച് ചൊവ്വാഴ്ച മുതൽ ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേത്തെ ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 14 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്ക് മാർച്ചുമായിട്ട് കടന്നു വരികയാണ്. അതിനുശേഷം സംസ്ഥാന KSU കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടായിരിക്കും. ബാച്ച് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിട്ട് ഇതിൽ ബാച്ച് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. തുടക്കം മുതൽ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തണം എന്ന് പറയുന്നത്. ഇതിൽ പഠനം നടത്തിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും ഇവർ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നിട്ടാണ് ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇവിടെ ബാച്ച് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമായിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു വിഷയം താൽക്കാലികമായിട്ട് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമായിട്ടല്ല നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ല, അതാണ് പറഞ്ഞത്. അതെ അതെ അല്ല, ഈ വിഷയത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിലപാട് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വ്യക്തമാക്കിയത്, നമ്മളിവിടെ പറയേണ്ട അധിക ബാച്ചുകൾ അനുവദിക്കാൻ, അവിടുത്തെ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ അധിക ബാച്ചുകൾ അനുവദിക്കാവൂ എന്നുള്ളൊരു സാഹചര്യമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കത്തില്ല സ്വാഭാവികമായിട്ടും അടുത്ത വർഷം. അപ്പം അവിടെ നിന്നൊരു ബാച്ച് ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി അത് പെർമനൻ്റ് ആയിട്ട് ആ ബാച്ച് അവിടെ ഇല്ലാതായി പോവുകയാണ്. ആ ഒരു നിലപാടിനോട് KSUവിന് യോജിപ്പില്ല. KSUവിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് മലബാർ മേഖലയിൽ ആയിക്കൊള്ളട്ടെ, ഏത് ജില്ലകളിലും നമുക്കറിയാം ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിനു ശേഷം എത്രത്തോളം വിദ്യാർത്ഥികൾ +1ലേക്ക് വരുമെന്നൊരു അപ്രോക്സിമേറ്റ് കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ടുമുണ്ട്. അത് വെച്ചിട്ട് അധികമായിട്ടുള്ള ബാച്ചുകൾ, അഡീഷണൽ ആയിട്ടുള്ള ബാച്ചുകൾ ഈ മേഖലയിലേക്ക് അനുവദിക്കണം എന്നുള്ളൊരു നിലപാടാണ് KSU. അല്ല, അതിൽ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞത് 1 വർഷത്തെയോ 2 വർഷത്തെയോ ഒരു വിഷയമല്ല. കഴിഞ്ഞ ഈ സർക്കാർ തന്നെ വന്നിട്ട് 8 വർഷത്തോളമായി എല്ലാ വർഷവും ഈ വിഷയം ആവർത്തിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇതിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടക്കുന്നില്ല? അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ലെറ്റ് മീ കംപ്ലീറ്റ്. അല്ല, അതാണ് ഞാൻ അല്ല അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഈ ബാച്ചിൻ്റെ ആരംഭഘട്ടത്തിലെ കണ്ടീഷൻ ആയിരിക്കത്തില്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പം തെക്കൻ മേഖലയിലെ ബാച്ചുകൾ ഈ വർഷം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ്ലി അവിടുത്തെ ബാച്ചുകൾ ഒഴിവാക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അടുത്ത വർഷം സ്വാഭാവികമായിട്ടല്ല അതിൽ വിദ്യാർത്ഥികളുടെ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ബാച്ച് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക പ്രായോഗികമായിട്ടുള്ളൊരു സംഭവമല്ല. നമുക്ക് നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് ഇവിടെ സർക്കാരിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ സർക്കാർ അതിലൊരു നിർബന്ധിത ബുദ്ധി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിലൊരു വിഷയത്തിലൊരു പരിഹാരം കാണേണ്ട എന്നൊരു പിടിവാശി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഈ വിഷയം ആവർത്തിക്കപ്പെടുന്നത്. അല്ല, ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലല്ലോ. ആ റിപ്പോർട്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്നില്ല? സർക്കാർ ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഘട്ടത്തിൽ നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തമായിട്ടുള്ള നിലപാട് നമ്മൾ അറിയിക്കുന്നതാണ്. സർക്കാർ ഈ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് ഇതിൽ പഠനം നടത്തിയെന്ന് പറയുന്നു, കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന് പറയുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് ഫ്രീസറിൽ വെക്കുന്നത്? അല്ല നമ്മൾ അത് മാത്രമാണ് പ്രശ്നപരിഹാരം എന്ന് നമ്മൾ സ്ഥാപിക്കുന്നത് ശരിയല്ലല്ലോ. തെക്കൻ മേഖലയിലെ സീറ്റുകൾ ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുള്ളൂ. അത് മാത്രമാണ് ഒരു പരിഹാര ഫോർമുല എന്ന രീതിയിലേക്ക് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, എന്തുകൊണ്ട് സർക്കാർ ആർജവത്തോടു കൂടി പറയുന്നില്ല?
ഇവിടെ ഞങ്ങൾ അധിക ബാച്ചുകൾ അനുവദിക്കും. അപ്പോൾ സർക്കാരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സർക്കാർ പോകുന്നു. അപ്പോൾ അധിക ബാച്ചുകൾ വരുമ്പോൾ അതിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ബലിയാടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്കതിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പ്രൈം ഫോക്കസ് കൊടുക്കേണ്ടത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആയിട്ടാണ് എന്നുള്ളൊരു തലത്തിലേക്ക് മുന്നോട്ട് പോകണം. കാരണം നാളത്തെ ഒരു തലമുറകളിൽ വളർന്നു വരേണ്ട ആളുകൾ അവരാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ സർക്കാർ അതിനൊരു പ്രൈം ഫോക്കസ് കൊടുത്ത് അതിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നാണ് നമ്മുടെ നിലപാട്.